കാസിന്റെ കല്യാണം കൂടാൻ ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചതായിരുന്നു ഞാൻ. ബുധനാഴ്ച അവധി ദിവസമല്ലാത്തതുകൊണ്ട് ബസ്സിലാണെങ്കിൽ ആകെ ഒരു 5-6 പേർ മാത്രം കാണും. ഞാൻ വൈകുന്നേരം ഒരു 8 മണിക്ക് ബസ്സിൽ കയറി എന്റെ സ്ലീപ്പർ ബെർത്തിൽ കയറി ഫോണിൽ ഒരു സിനിമയും കണ്ടു കിടപ്പായി. പിന്നെ ഞാൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത് രാത്രി 10 ബസ് എവിടെയോ ഡിന്നർ കഴിക്കാൻ നിർത്തിയപ്പോൾ ആയിരുന്നു. ഞാൻ കർട്ടൻ മാറ്റി പുറത്തേക്കിറങ്ങിയതും അപ്പുറത്തെ സീറ്റിൽ ഇരുന്ന കുട്ടിയുടെ നെറ്റിയിലേക്ക് എന്റെ തല കേറി ടിം എന്ന് അങ്ങ് മുട്ടി. പാവം ഷൂസ് ഇടാൻ വേണ്ടി അപ്പുറത്തെ സീറ്റിൽ ഇരുന്നതായിരുന്നു. ശ്രദ്ധിക്കാതെ കർട്ടൻ മാറ്റി ഞാൻ ഇറങ്ങുകയും ചെയ്തു. പാവം നല്ല വേദനിച്ചു. എന്നെ നോക്കി തല തടവുന്നുണ്ടായിരുന്നു. ഞാൻ അയ്യോ സോറി, ഞാൻ കണ്ടില്ല. അവൾ ആഹ് സാരമില്ല. ഞാൻ ആകെ ചമ്മി നിൽക്കുകയായിരുന്നു. ഞാൻ വേദനിച്ചോ? അവൾ കുഴപ്പമില്ല, അത് മാറും. ഇതും പറഞ്ഞ് ഷൂസും കെട്ടി അവൾ പുറത്തേക്കു നടന്നുപോയി. ഞാനും പിന്നാലെ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി ഒരു ചായയും കുടിച്ചിട്ട് അവിടെ നിന്നൊരു പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുകയായിരുന്നു. പട്ടികളും പൂച്ചകളും ഒക്കെ പെണ്ണുങ്ങൾക്ക് പണ്ടേ ഒരു ദൗർബല്യമാണല്ലോ. നമ്മുടെ കഥാനായികയും അങ്ങോട്ട് വന്നു പട്ടിക്ക് അവൾ കഴിച്ചുകൊണ്ടിരുന്ന ബണ്ണിന്റെ ഒരു കഷ്ണം ഇട്ടുകൊടുത്തു. ഞാൻ എടോ സോറി കേട്ടോ. വേദന മാറിയോ? അവൾ ആഹ് അതൊക്കെ മാറി. ഞാൻ ബാംഗ്ലൂർ ആണോ ജോലി? അവൾ അതെ, ഞാൻ അവിടെ മാന്യത പാർക്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാ. ഇയാളോ? ഞാനും ബാംഗ്ലൂർ തന്നെയാ ജോലി. മാർത്തഹള്ളിയിലാണ്. ഇത്രയും പറഞ്ഞു ഞാൻ അവൾക്കു കൈ കൊടുത്തു. ഞാൻ അഭയ, തിരുവനന്തപുരത്തു ആണ്. അവൾ ഞാൻ ഭവ്യ, തിരുവനന്തപുരത്ത് തന്നെയാ. അങ്ങനെ കുറച്ചുനേരം സംസാരിച്ചിട്ട് അവിടെ നിന്ന് പട്ടിയുടെയും ചന്ദ്രന്റെയും കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ബസ് എടുക്കാറായപ്പോൾ അകത്തേക്ക് കയറി. ബസ്സിൽ കയറി സീറ്റിലേക്ക് നടക്കുമ്പോൾ ഞാൻ അവളെ ഒന്ന് ശ്രദ്ധിക്കുന്നതായിരുന്നു. 26 വയസ്സ്, നല്ല കൊഴുത്ത ചരക്ക്, മുട്ടിനു താഴെ ഇറക്കമുള്ള ഒരു ഫ്രോക്കായിരുന്നു അവളുടെ വേഷം. അതിൽ അവളുടെ മുലയുടെ ഭാഗം നല്ല ഇറുക്കമുള്ള ഫിറ്റായിരുന്നു. അവളുടെ 34 മുലകൾ എടുത്തു അറിയുന്നുണ്ടായിരുന്നു. വാക്സ് ചെയ്ത അവളുടെ കാലുകളും അവൾ ചൂടിയിരുന്ന ഫ്രൂട്ടി പഞ്ചുള്ള പെർഫ്യൂം വല്ലാതെ എന്നെ കൊതിപ്പിക്കുകയായിരുന്നു. ഒടുവിൽ എന്റെ സീറ്റിനു നേരെ അവൾ ഇരുന്നു. ഇയാള് ഷൂസ് അഴിച്ചിട്ട് വേണം എനിക്ക് കയറാൻ. ഇല്ലെങ്കിൽ ഇനി വീണ്ടും തല മുട്ടിയെന്നു വരും. ഭവ്യ അയ്യടാ, ഇനി മുട്ടിയാൽ ഞാൻ നിന്നെ അടിക്കും, നോക്കിക്കോ. ഓ പിന്നെ ചിരിച്ചുകൊണ്ട് ഞാനും സീറ്റിലേക്ക് കയറി. ഇനി എന്തും പറഞ്ഞു അവളുടെ വീണ്ടും മിണ്ടും എന്നും ആലോചിച്ചു സീറ്റിലേക്ക് ചായ്ഞ്ഞപ്പോഴാണ് വീണ്ടും അവളുടെ ശബ്ദം. ഭവ്യ, ഇയാളുടെ കയ്യിൽ ചാർജർ എടുക്കാൻ കാണുമോ? പിന്നെന്താ? ഞാൻ കർട്ടൻ മാറ്റി എന്റെ ചാർജർ കൊടുത്തപ്പോഴാണ് ശ്രദ്ധിച്ചത്. ബസ്സിലെ ചാർജിംഗ് പോർട്ട് USB to Type C ആണ്. എന്റേത് ആണെങ്കിൽ 2 വശവും Type C. അങ്ങനെ ചാർജ് ചെയ്യാൻ നിർവാഹമില്ലാതെ വട്ടത്തിലും ചതുരത്തിലും 3G ഇരുന്നപ്പോൾ ഇനി ഫോൺ ഉപയോഗിച്ച് ബാറ്ററി കളയണ്ട എന്ന് നമ്മൾ രണ്ടാളും തീരുമാനിച്ചു. നമ്മൾ വളരെ പെട്ടെന്ന് അങ്ങ് കമ്പനിയായി ഓരോന്നും പറഞ്ഞുയിരുന്നു. ബസ് എടുത്തു ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്കും ബസ്സിലെ ലൈറ്റൊക്കെ അണച്ചു. അങ്ങനെ നമ്മൾ ട്രൂത്ത് ഓർ ഡെയർ കളിക്കാമെന്ന് തീരുമാനിച്ചു. ട്രൂത്ത് ഓർ ഡെയർ അവസാനം ചെറിയ രീതിയിൽ ഒരു കമ്പിയിൽ വർത്തമാനം എത്തും എന്ന് എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. നമ്മൾ ഇതൊക്കെ എത്ര കണ്ടതാ? സത്യം. ഭവ്യ, ഇയാളുടെ ബാങ്കിൽ എപ്പോൾ എത്ര രൂപ ഉണ്ട്? മനസ്സിൽ അയ്യടാ, അവളുടെ ഒരു തൊലിഞ്ഞ ചോദ്യം. എല്ലാ പണത്തിലും കൂടി ഒരു 9 ലക്ഷം കാണും. ഭവ്യ, അമ്പട പണക്കാരാ, കൊള്ളാലോ. ഞാനും സത്യം. നിനക്ക് ഇതുവരെ എത്ര ബോയ്ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്? ഭവ്യ, എടാ നീ ഇത് എങ്ങോട്ടാ? സത്യം പറഞ്ഞേ പറ്റുള്ളൂ. നീ പറ. ഭവ്യ, ഒരു റിലേഷനിൽ ആയിരുന്നിട്ടുണ്ട്. ബാംഗ്ലൂർ ജോലിയായി മാറിയപ്പോൾ അത് ബ്രേക്കായി. പിന്നെ ആ പണിക്കു പോയിട്ടില്ല. ആണോ? ശരി. ഞാനും സത്യം. ഭവ്യ, ആരാ നിന്റെ സെലിബ്രിറ്റി ക്രാഷ്? അത് സാമന്തയും ആന ഡിയാർമസും. ഭവ്യ, ഓ ഹോളിവുഡ്, ഹി ട്രൂത്ത്. നിന്റെ ആദ്യത്തെ കിസ് എപ്പോഴായിരുന്നു? ഭവ്യ, അതൊന്നും പറയൂല. നിന്റെ ചോദ്യം എല്ലാം തരികിട ആണല്ലോ. പിന്നെ PSC ചോദ്യമാണോ ട്രൂത്ത് ഓർ ഡെയറിൽ ചോദിക്കുന്നത്? ഭവ്യ, ഈ ചെക്കൻ ഷോ ആദ്യത്തെ കിസ് കോളേജിൽ 2nd ഇയറിൽ പഠിക്കുമ്പോളായിരുന്നു. എന്റെ ആദ്യത്തെ ബോയ് ഫ്രണ്ട്. AIT കള്ളി. കൊള്ളാലോ നീ. ഞാനും ട്രൂത്ത്. ഭവ്യ, നീ എത്ര കുട്ടികളെ കിസ് ചെയ്തിട്ടുണ്ട്? 9 പേരെ.
ഭവ്യ ആശ്ചര്യത്തോടെ പോടാ ചെക്ക. നിനക്ക് ഇപ്പോൾ വല്ല എയ്ഡ്സും കാണും. ഞാൻ ഓ പിന്നെ കിസ് വച്ചില്ലേ എയ്ഡ്സ് വരുന്നത്. സത്യമോ ധൈര്യമോ? ഭവ്യ ട്രൂത്ത്. ഞരമ്പ് രോഗി.